സൗന്ദര്യം. ഗുരു ചാണക്യൻ ഇവിടെ സത്യമായ സൗന്ദര്യത്തിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നു, കൈകളുടെ സൗന്ദര്യം വളകൾ ധരിക്കുന്നതിലല്ല, ദാനത്തിലാണ്. ശരീരം സ്നാനത്താൽ ശുദ്ധമാകുന്നു. ചന്ദനം പുരട്ടുന്നത് കൊണ്ടല്ല, തൃപ്തി അഭിമാനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. മോക്ഷം വിവേകത്തിൽ നിന്ന് കിട്ടുന്നു, അലങ്കാരത്തിൽ നിന്നല്ല. ആശയം ഇതാണ്: കൈകളുടെ യഥാർത്ഥ സൗന്ദര്യം ദാനം കൊടുക്കുന്നതിലാണ്. സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ വളകൾ ധരിക്കുന്നത് കൊണ്ട് കൈ സുന്ദരമാണെന്ന് പറയാൻ കഴിയില്ല. ശരീരം കുളിക്കുന്നത് കൊണ്ട് വൃത്തിയുള്ളതും പരിശുദ്ധവുമാകുന്നു. ചന്ദനം, എണ്ണ, സുഗന്ധ തൈലം മുതലായവ തേക്കുന്നത് കൊണ്ടല്ല. സജ്ജനങ്ങൾ ആദരവ് കൊണ്ട് തൃപ്തരാകുന്നു, ഭക്ഷണം കൊണ്ടല്ല. മനസ്സിന് വിവേകമുണ്ടാവുമ്പോൾ മോക്ഷം കിട്ടുന്നു, അണിഞ്ഞൊരുങ്ങുന്നത് കൊണ്ടും അലങ്കാരം ചെയ്യുന്നത് കൊണ്ടുമല്ല. ഗുരു ചാണക്യൻ പറയുന്നു, ക്ഷുരകന്റെ വീട്ടിൽ മുടി വെട്ടിക്കുന്നത് കൊണ്ടും താടി വടിക്കുന്നത് കൊണ്ടും കല്ലിലരച്ച ചന്ദനം മുതലായവ പുരട്ടുന്നത് കൊണ്ടും അതുപോലെ വെള്ളത്തിൽ തന്റെ രൂപം നോക്കുന്നത് കൊണ്ടും ഇന്ദ്രന്റെ പോലും കാന്തി നശിച്ചു പോകുന്നു. ആശയം ഇതാണ്: ക്ഷുരകന്റെ വീട്ടിൽ പോയി താടി, മുടി മുതലായവ വെട്ടിക്കാൻ പാടില്ല. കല്ലിൽ അരച്ച ചന്ദനം അല്ലെങ്കിൽ ഏതെങ്കിലും സുഗന്ധമുള്ള വസ്തു ശരീരത്തിൽ പുരട്ടുവാൻ പാടില്ല. സ്വന്തം മുഖം വെള്ളത്തിൽ നോക്കുവാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരുടെയും സൗന്ദര്യം നശിച്ചു പോകുന്നു. ഗുരു ചാണക്യൻ ഇവിടെ ചില വിലക്കുകളെ ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നു, ക്ഷുരകന്റെ വീട്ടിൽ പോയി മുടി വെട്ടിക്കുക, കല്ലിൽ മണമുള്ള സുഗന്ധദ്രവ്യം പുരട്ടുക, വെള്ളത്തിൽ സ്വന്തം രൂപത്തിന്റെ നിഴൽ നോക്കുക. ഈ പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ സമ്പത്തും ലക്ഷ്മിയും നശിച്ചു പോകുന്നു. ആശയം ഇതാണ്: ക്ഷൗരം എന്ന പ്രവൃത്തി സമയമനുസരിച്ച് ആവശ്യമാണ്. അതായത് അയാളുടെ വീട്ടിൽ പോകുന്നത് കൊണ്ട് താമസമുണ്ടാവാം. ക്ഷുരകനും അലസനാകാം. സമയം വെറുതെ കളയുന്നതിനെ അപേക്ഷിച്ച് കൃത്യസമയത്തും സ്ഥലത്തും ക്ഷൗരകർമ്മം ചെയ്യിക്കണം. വിഗ്രഹപൂജയിൽ വിഗ്രഹങ്ങളുടെ പ്രാണപ്രതിഷ്ഠയ്ക്കു ശേഷം ദൈവബോധത്തോടും ഭക്തിയോടും കൂടി സുഗന്ധമുള്ള അക്ഷതം ഇടുന്നു. ഒരു കല്ലിൽ അക്ഷതം പുരട്ടുന്നതിൽ ഒരു ഔചിത്യവുമില്ല. വെള്ളത്തിൽ വ്യക്തമായ സ്വന്തം രൂപം കാണാത്തതിനാൽ തെറ്റിദ്ധാരണ ഉണ്ടാവാം. ഇതുകൊണ്ട് വെള്ളത്തിൽ കാണപ്പെട്ട രൂപം ആധികാരികമാവുന്നില്ല. അതായത് ഈ 3 പ്രവൃത്തികളും ചെയ്യുന്നവർ ആധികാരികത ഇല്ലാത്തതിനാൽ നശിച്ചു പോകുന്നു.